ഇന്ത്യയുടെ ചിക്കൻ നെക്കിന് സമീപം വമ്പൻ നീക്കം ബംഗ്ലാദേശ് നടത്തുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. യുദ്ധവിമാനങ്ങൾ ഇറക്കാനൊരുങ്ങുകയാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ചിക്കൻ നെക്കിന് സമീപം എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇന്ത്യയെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ നെക്കിന് സമീപം ബംഗ്ലാദേശ് ഒരു വലിയ ഹാങ്ങർ നിർമ്മിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തൽ പുറത്തു വരികയാണ്. എന്താണ് ഹാങ്ങർ? ഹാങ്ങർ എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യമാണ്. കുറച്ച് ലളിതമായി പറഞ്ഞതാണ്. അതാണ് ഹാങ്ങർ എന്ന് പറയുന്നത്. പോരാത്തതിന് ബംഗ്ലാദേശ് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്യാൻ ഈ ഹാങ്ങർ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമല്ല, ഭാവിയിൽ ഈ ഹാങ്ങർ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിക്കുന്ന യുദ്ധവിമാനങ്ങൾ ബംഗ്ലാദേശിനും ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തിടെ ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വഖാനുസ്സമാൻ ഇന്ത്യക്ക് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ഈ വ്യോമത്താവളം സന്ദർശിച്ചിരുന്നു. ബംഗ്ലാദേശിലെ ഈ വ്യോമത്താവളം ഇന്ത്യയുടെ ചിക്കൻ നെക്കിന്, അതായത് സിലിഗുരി ഇടനാഴിക്ക് വളരെ അടുത്താണെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ലാൽ മോനിർഹത്ത് വ്യോമത്താവളത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഹാങ്കറിന് ചുറ്റുമുള്ള പ്രദേശം ബംഗ്ലാദേശ് വ്യോമസേന കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശ് യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഈ ഹാങ്ങർ ഉപയോഗിക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് വെറും 20 കിലോമീറ്റർ അകലെയുള്ള ഹരിഭംഗ ഗ്രാമത്തിലാണ് ഈ ഹാങ്കർ നിർമ്മിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാറിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം 1166 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വ്യോമത്താവളം 1931 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സ്ഥാപിതമായതാണ്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇത് ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ഈ പ്രദേശം വളരെ കാലമായി തകർന്ന അവസ്ഥയിലാണ്. എന്നിരുന്നാലും ഇപ്പോൾ യുദ്ധവിമാനങ്ങൾ, ബംഗ്ലാദേശിന്റെ യുദ്ധവിമാനങ്ങൾക്കായി ഒരു പാർക്കിംഗ് സ്ഥലം ഇവിടെ അവർ ഒരുക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ലഭിച്ച യുദ്ധവിമാനങ്ങൾ ബംഗ്ലാദേശ് ഇവിടെ വിന്യസിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇക്കാരണത്താൽ ഈ പ്രദേശത്തെ ചൈനീസ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുടെ നീക്കം വർദ്ധിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.